പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ ആദ്യത്തെ ഉറുദു ക്ലാസ്സിലാണ് നാം ഉള്ളത്. എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടിയിട്ടാവും ഈ ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവുക. എന്തായാലും ഈ 5ാം ക്ലാസ്സിലെ പഠനത്തിനായി ഉറുദു ഭാഷ തിരഞ്ഞെടുത്ത പ്രിയപ്പെട്ട എല്ലാ കുട്ടികളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്കൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് കിട്ടിയത്. നമ്മൾ സാധാരണ 1ാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു വെച്ച ഭാഷകൾക്ക് പുറമെ 1-2 പുതിയ ഭാഷകൾ കൂടി നമ്മൾ പഠിക്കുകയാണ്. ഉറുദുവും ഹിന്ദിയും 5ാം ക്ലാസ്സിൽ നമുക്കറിയാവുന്ന ഭാഷകളുടെ എണ്ണത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. വളരെ സുഖസുന്ദരമായി, വളരെ ലളിതമായി, വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ഭാഷയാണ് ഉറുദു. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഭാഷയാണ് ഉറുദു. ജവഹർലാൽ നെഹ്റുവിൻ്റെ വീട്ടിലെ സംസാര ഭാഷ ഉറുദു ആയിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പോരാട്ടത്തിനിറങ്ങിയ യുവാക്കൾക്ക് ഏറെ ആവേശം പകർന്ന ഭാഷ ഉറുദുവാണ്. നമ്മുടെ ദേശഭക്തി ഗാനങ്ങളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള സാരേ ജഹാ സെ അച്ഛ എല്ലാവരും കേട്ടിട്ടില്ലേ? സാരേ ജഹാ സെ അച്ഛ ഹിന്ദോസ്താ ഹമാര ഹമാര സാരേ ജഹാ സെ അച്ഛ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഈ സാരേ ജഹാ സെ അച്ഛ ഉറുദുവാണ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വലിയ വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയവർ മുഴക്കി വിളിച്ച നാരയാണ്, മുദ്രാവാക്യമാണ് ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ് ഉറുദുവിൻ്റെ സംഭാവനയാണ്. അപ്പോൾ ഒരു മഹത്തരമായ ഒരു ഭാഷ പഠിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ പ്രിയപ്പെട്ട എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും അഭിനന്ദിക്കുന്നു. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉറുദു പഠിക്കാൻ കഴിയും. നാം അറിയാതെ എത്രയോ ഉറുദു പദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറയുന്നുണ്ട്. മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഉറുദു പദങ്ങളുണ്ട്. മലയാളത്തിൽ നാം എന്താണോ പറയുന്നത് അതേ പദം തന്നെ ഉറുദുവിൽ ഉപയോഗിക്കുന്നത് നിരവധിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യം എടുത്ത് നമ്മളിങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നാം തന്നെ അറിയാതെ എത്രയോ ഉറുദു പദങ്ങൾ ഞാൻ പറയാറുണ്ട്. നമുക്കറിയില്ല അത് ഉറുദുവാണ് എന്ന്. അത്തരത്തിൽ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ചില ഉറുദു പദങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ? ഈ പാട്ട് കേട്ടോളൂ. ഈ പാട്ടിൽ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഉറുദു പദങ്ങളുണ്ട്. കേട്ടാലോ? ജി സുനിയേ. നമ്മുടെ ഭാഷ മലയാളത്തിൽ വന്ന അതിഥികളായ ചുറുചുറുക്കുള്ള ഉറുദു പദങ്ങളെ സ്വാഗതം. നിങ്ങളുടെ ആഗമനത്താൽ ഈ മലയാള മാതൃഭാഷ അഭിമാനത്താൽ ആറാടുന്നേ സന്തതം. पक्का चापा जोड़ी नाम गीत कचेरी उरुमाल छाया चीरणी बासा रद्द जिला काफी हड़ताल पेशुग मस्त आटा पर्दा सत्याग्रहവും गुलमाल शर्कर मामूल चर्चा तैयार वकील असल चावी पूरी सारी पिस्ता कुर्मा मिठाई धर्नवന. പാട്ട് കേട്ടല്ലോ അല്ലേ? വളരെ മനോഹരമായ പാട്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തൊക്കെ പദങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? ഒരുപാട് പദങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനാമ് അല്ലേ? ഇനാമ്, പിന്നെ ജോഡി, ഇങ്ങനെ ഒരുപാട് പദങ്ങൾ. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന, നമുക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ, അതൊക്കെ ഉറുദുവിൽ അത് തന്നെയാണ് പറയുക. ചപ്പാത്തി, പറാട്ടെ, പിന്നെ ഷർബത്ത്, ബിരിയാണി, അതെല്ലാം അത് തന്നെയാണ് പറയുക. പിന്നെയോ ഒരുപാട് പ്രൊഫഷൻസ്, ഡോക്ടർ, എൻജിനീയർ, വക്കീൽ, ജഡ്ജ്, പോലീസ്, പിന്നെ അതുപോലെ ടീച്ചർ,
എന്നൊക്കെ ഉറുദുവിൽ അതുപോലെ തന്നെ പറയാം. ഒരുപാട് വാഹനങ്ങൾ, കാർ, ജീപ്പ്, ബസ്, റിക്ഷ, ഇവയെല്ലാം ഉറുദുവിൽ അത് തന്നെയാണ് പറയുക. പിന്നെ നമുക്കെന്താ പേടിക്കാൻ? കൂടുതലായി നമ്മൾ ഉറുദു പഠിക്കുന്നതിലൂടെ മലയാളത്തിലുള്ള ഒരുപാട് പദങ്ങൾ ഉപയോഗിക്കും, അറബിയിലുള്ള ഒരുപാട് പദങ്ങൾ ഉപയോഗിക്കും, മറ്റു ഭാഷകളിൽ അഥവാ പേർഷ്യൻ ഭാഷയിലുള്ള ഒരുപാട് പദങ്ങൾ നമ്മൾ ഉപയോഗിക്കും. ഇവയെല്ലാം ഒരുമിച്ച് കൂടിയ സുന്ദരമായ ഭാഷയാണ് ഉറുദു. ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താൻ ശ്രമിച്ചാലോ? റെഡിയല്ലേ നിങ്ങൾ? പേടിയുണ്ടോ? എന്തിന് പേടിക്കണം? ചില ആൾക്കാർക്കൊക്കെ പേടി എന്താ അറിയോ? ഉറുദുവിൻ്റെ പുസ്തകം കിട്ടുമ്പോൾ ഇതിന് മേലും താഴെയൊന്നും വരല്ല അല്ലേ, ഫത്തഹ് കസറ് ലമ്മൊന്നുമില്ല, ഇതെങ്ങനെ വായിക്കുക, ഇത് വായിക്കാൻ ഭയങ്കര പ്രയാസാവോ, ബുദ്ധിമുട്ടാവോ? അതൊരു തോന്നലാണ്. കാരണം ഉറുദു പഠിച്ച ഒരാൾ, ഒരു രക്ഷിതാവ്, ഉറുദു വളരെ പ്രയാസമാണ്, എഴുതാൻ വളരെ ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഉറുദു പഠിച്ചവരൊക്കെ വീണ്ടും വീണ്ടും പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഉറുദുവിലുള്ള ശായരികൾ, ഉറുദുവിലുള്ള കവിതകൾ നമുക്കറിയാലോ. നമ്മൾ ഒരുപാട് ഹിന്ദി ഫിലിമിലുള്ള നല്ല രസമുള്ള സോങ്സുകൾ ഇരുന്ന് കേൾക്കുന്നവരുണ്ട്. എങ്ങോട്ട് യാത്ര പോവുകയാണെങ്കിൽ വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും എന്തുണ്ടാവും? നല്ല അടിപൊളി ഹിന്ദി ഫിലിമി സോങ്സ്. സത്യത്തിൽ ഹിന്ദി ഫിലിമി സോങ്സിൽ ഭൂരിഭാഗം 80% എന്നല്ല 90% ഉറുദു പദങ്ങളാണ് ഉപയോഗിക്കുക. ഉറുദുവിലുള്ള കവികൾ ഭൂരിഭാഗം എഴുതിയ കവിതകളൊക്കെയും എന്തിൽ വന്നിട്ടുണ്ട്? ഹിന്ദി ഫിലിമിൽ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ സ്റ്റാറ്റസ് ആയിട്ടും അതുപോലെ യാത്രകൾ പോകുമ്പോഴും നമ്മൾ തന്നെ ഒരു ദീർഘദൂര ബസ്സിലൊക്കെ പോകണമെങ്കിൽ അതിൽ പാട്ടിടുകയാണെങ്കിൽ ഭൂരിഭാഗം ഹിന്ദി സോങ്സ് നമുക്ക് കേൾക്കാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാവാനുള്ള കാരണം അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഉറുദു പദങ്ങളാണ് എന്നതാണ്. നല്ല രസമുള്ള, നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഈ പാട്ടിന് യോജിച്ചിട്ടുള്ള ഒരുപാട് പദങ്ങൾ ഏതിലുണ്ട്? ഉറുദുവിലുണ്ട്. ഉറുദു എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ഭാഷയിൽ നിന്നും മറ്റുള്ള എല്ലാ ഭാഷകളിൽ നിന്നുമുള്ള പദങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട മനോഹരമായ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദി ഫിലിം സോങ് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ സത്യത്തിൽ ഉറുദുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്. ഇനി അത് എഴുതുന്നത് പ്രയാസമൊന്നുമില്ല. അതിൻ്റെ അക്ഷരങ്ങൾ, അതിൻ്റെ ഘടന മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഉഷാറായിട്ട് എന്ത് ചെയ്യാം? ഉറുദു പഠിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറയും. ഞാൻ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ ആ സെൻറ്റൻസിൽ ഞാനുമായി ബന്ധപ്പെട്ടത് ഒഴിവാക്കി നിങ്ങളെക്കുറിച്ചുള്ളത് പറഞ്ഞാൽ നിങ്ങളെ പരിചയപ്പെടുത്തലുമായി. ഓക്കെ, ഞാൻ ഒന്നാമത്തെ സെൻറ്റൻസ് പറയാം. മേരാ നാം സൈനുൽ ആബിദ് ഹെ. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? എന്താ? എൻ്റെ പേര് സൈനുൽ ആബിദ് എന്നാകുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സൈനുൽ ആബിദിന് പകരം നിങ്ങളെ പേര് പറഞ്ഞാൽ മതി. നിങ്ങളുടെ പേര് പറയാം. ഇപ്പോൾ റെഡിയല്ലേ? എല്ലാവരും പറയണം. മേരാ നാം സൈനുൽ ആബിദ് ഹെ. നിങ്ങൾ പറയൂ. മേരാ നാം ഫാത്തിമ ഹെ. മേരാ നാം രാജു ഹെ. വെരി ഗുഡ്. പിന്നെ മേരാ നാം ജോൺസൺ ഹെ. വെരി ഗുഡ്. മേരാ നാം അൻവർ ഹെ. ഉഷാറാണല്ലോ, പെട്ടെന്ന് പറഞ്ഞല്ലോ, വളരെ സിമ്പിളാണല്ലോ. ജി. എന്നാൽ ഞാൻ രണ്ടാമത്തെ സെൻറ്റൻസ് പറയുകയാണേ. രണ്ടാമത്തെ സെൻറ്റൻസ് റെഡിയല്ലേ? നിങ്ങൾ പറയണേ. മേ മലാപ്പുറം മേ രഹത്താഹു. മേ എന്ന് പറഞ്ഞാൽ ഞാൻ മലപ്പുറത്ത് താമസിക്കുന്നു. രഹത്താഹു താമസിക്കുന്നു. ഞാൻ ആൺകുട്ടിയല്ലേ? അല്ല, ഞാനാണല്ലേ. അതുകൊണ്ടാണ് ഞാൻ രഹത്താഹു എന്ന് പറഞ്ഞത്.
ഇനി നിങ്ങൾ പെൺകുട്ടിയാണെങ്കിൽ രഹ്തീഹു എന്നാണ് പറയേണ്ടത്, വേറെ മാറ്റങ്ങളില്ല. ആൺകുട്ടികളാണെങ്കിൽ ആണാണെങ്കിൽ രഹ്താഹു, പെണ്ണാണെങ്കിലോ രഹ്തീഹു. ഇനി അതുപോലെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. മേ മലാപ്പുറമേ രഹ്താഹു. മലാപ്പുറമേ എന്നുള്ളതിന് പകരം നിങ്ങൾ മറ്റൊരു സ്ഥലം പറയാം. പറഞ്ഞോളൂ. ഹാ മേ കാലിക്കട്ട് മേ രഹ്താഹു. ഓർ हाँ मैं तलश्ശേരി में रहती हूँ. वेरी गुड, शाबाश. और मैं तृश्शूर में रहता हूँ. मैं പാലക്കാട് में रहता हूँ. जी हाँ. ഇതേ രീതിയിലാണ് നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസ് പറയേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസിൽ നമ്മൾ പേര് പറഞ്ഞു, രണ്ടാമത്തേതിൽ നമ്മൾ എന്താ പറയുന്നത്? സ്ഥലം പറഞ്ഞു അല്ലേ? ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് പറയട്ടെ ഞാൻ. തയ്യാറല്ലേ? जी मेरे घर में अम्मी अब्बा भाई और बहन है. ഞാനെന്താ പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക്? പറഞ്ഞു മനസ്സിലായോ? മേരെ ഘർ മേ എൻ്റെ എന്താ വീട്ടിൽ. മേരെ ഘർ മേ എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാ? അമ്മി അമ്മ ഉമ്മ മാതാവ് അല്ലേ? അബ്ബ അച്ഛൻ ഉപ്പ അല്ലേ? പിന്നെയോ ഭായി സഹോദരൻ, ഓർ ബഹൻ സഹോദരിയും ഉണ്ട്. ആൻഡ് എന്നതാണ് ഓർ. ആൻഡ് എന്നതിന് പകരമാണ് ഉറുദുവിൽ എന്ത്? ഓർ, അലിഫ് വാവ് റാ അല്ലേ? അപ്പോൾ എങ്ങനെയാ പറഞ്ഞത്? മേരെ ഘർ മേ അമ്മി അബ്ബ ഭായി ഓർ ബഹൻ ഹൈ. നിങ്ങളെ വീട്ടിൽ ഇവരെല്ലാവരും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ പറയാം. ഇനിയില്ല, നിങ്ങൾക്ക് സഹോദരനില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബായി എന്ന് പറയണ്ട, ബാക്കിയുള്ളതൊക്കെ പറഞ്ഞോളൂ. മേരെ ഘർ മേ അമ്മി അബ്ബ ഓർ ബഹൻ ഹൈ. വെരി ഗുഡ്, ശരിയാണ്. ഇനി ബഹൻ ഇല്ലെങ്കിലോ? മേരെ ഘർ മേ അമ്മി അബ്ബ ഓർ ബായി ഹേ. ശരിയാണ്, മനസ്സിലായല്ലോ. ആരാണുള്ളത് ആ ഉള്ളവരെ പറഞ്ഞാൽ മതി, ഇല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ പറയണ്ട. അപ്പോൾ നമ്മളെക്കുറിച്ച് പരിചയപ്പെടുത്താൻ പഠിച്ചോ? 3 സെൻറ്റൻസായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം. ഒന്ന് നമ്മളെ പേര്, മറ്റൊന്ന് നമ്മുടെ സ്ഥലം, മറ്റൊന്ന് വീട്ടിലാരൊക്കെ ഉണ്ട്. ഈ രീതിയിൽ നിങ്ങൾ മനോഹരമായിട്ട് നിങ്ങളെന്ത് ചെയ്യുക? ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് മൊബൈലെടുത്തിട്ട് മുന്നിലിങ്ങനെ നിന്നിട്ട് മേരാ നാം. അതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊരു ക്ലാസ് തുടങ്ങുമ്പോൾ ടീച്ചർ ക്ലാസ്സിക്ക് വരുമ്പോൾ എന്താ പറയുക? ഗുഡ് മോർണിംഗ് ടീച്ചർ, ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ, അല്ലെങ്കിൽ നമസ്തേ സർ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? ഒരു ഉറുദു മാഷ് അല്ലെങ്കിൽ ഉറുദു ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എന്താ പറയുക? ആദാബ് എന്നാണ് പറയുക. എന്താ പറയുക? ആദാബ്. അപ്പോൾ നമ്മളൊരു പുതിയൊരു കാര്യം ഉറുദുവിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് പറയണം? ആദാബ് പറയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ക്യാമറയ്ക്ക് ഓൺ ചെയ്തു, തയ്യാറായി, റെഡി ആയിട്ട് നിൽക്കുക. എന്നിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണ്. ആദാബ്, മേരാ നാം റോഷൻ ഹേ, मैं कालीकट में रहता हूँ. मेरे घर में अम्मी अब्बा भाई और बहन है. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് അല്ലേ? ഫസ്റ്റിൽ ആദാബ് പറഞ്ഞു, പിന്നെ പരിചയപ്പെടുത്തിയതിന് ശേഷം ഈ 3 സെൻറ്റൻസ് പറഞ്ഞതിന് ശേഷം അവസാനം നമ്മൾ താങ്ക് യു പറയാറില്ലേ അല്ലേ? താങ്ക് യു പറയാറുണ്ട് അല്ലേ? ക്ലാസ്സൊക്കെ കഴിയുന്ന സമയത്ത് താങ്ക് യു എന്നൊക്കെ പറയാറില്ലേ? അതിന് പകരം ഉറുദുവിൽ പറയൽ ശുക്രിയ എന്നാണ്. എന്താ പറയുക? ശുക്രിയ. അപ്പം നിങ്ങൾ ഇതുപോലെ നിന്നിട്ട് ആദാബൊക്കെ പറഞ്ഞ് നിങ്ങളെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തിയിട്ട് ശുക്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ ടീച്ചർക്ക് അയച്ചു കൊടുക്കൂലേ? ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിച്ചാലോ? അവസാനിപ്പിക്കാം. ക്ലാസ് അവസാനിപ്പിക്കല്ലേ? വേണ്ടാന്നോ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് കഥ ഉണ്ട്, ഒരുപാട് കവിത ഉണ്ട്, എല്ലാം കൂടി ഉഷാറായിട്ട് നമുക്ക് പഠിക്കാം. റെഡിയല്ലേ? അപ്പോൾ നമ്മൾ ക്ലാസ് അവസാനിക്കുകയാണ്. എന്താ പറയേണ്ടത്? ശുക്രിയ, ഖുദാ ഹഫീസ്.